അഡ്വക്കേറ്റ് RS രാജീവ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. ഈ പറയുന്ന സമരാനുകൂലികൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിലുള്ള ഔചിത്യം എന്താണ്? അല്ല, ഇത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റിൻ്റെ അതിനുശേഷം നടന്ന പരീക്ഷയിൽ ഏതാണ്ട് 22,05,35 പേർ പരീക്ഷ എഴുതിയ, അതായത് 98% പേരും പരീക്ഷ എഴുതിയ ആ പരീക്ഷയുടെ റിസൾട്ടും വന്നു. രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിൽ ആ കുട്ടികൾ ആഹ്ലാദ നൃത്തം, കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നില്ല, പക്ഷേ രാജ്യത്തെ നാഷണൽ ചാനലുകളിലൊക്കെ അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നീറ്റ് ആദ്യമായിട്ടല്ല നടക്കുന്നത്. ഇപ്രാവശ്യം നീറ്റിലുണ്ടായ അപകട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പാർലമെൻ്ററി സമിതി വിളിച്ചു വരുത്തി. പാർലമെൻ്ററി സമിതിയുടെ ആൾക്കാരിൽ പ്രമുഖൻ മുഗൾ വാസനിക്കാണ്. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വിളിച്ചു വരുത്തി. മാത്രമല്ല CBI വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. ഇനി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ നമ്മൾ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഉണ്ടായ നാണക്കേടും അവർക്കുണ്ടായ മാനഹാനങ്ങളും ജീവൻ മൃത്യു ഉൾപ്പെടെ അതൊരിക്കലും ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പഴുതടച്ച അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചു CJP എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന എന്ന് വെച്ചാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന കണക്ക് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഇനി നിൽക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട്, ഡൽഹിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ അഭിജിത്തിനെ പോലെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നടത്തുന്ന 1 മില്യൺ ആൾക്കാർ, ഏതാണ്ട് 1 കോടി ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. എത്രയെന്ന് അതിലൊട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷേ സമരം നടത്തും. 21 ദിവസം സമരം നടന്നു. ഈ 21 ദിവസവും കോൺഗ്രസിൻ്റെ ആരാണ് സമരപ്പന്തലിൽ പോയിട്ടുള്ളത്? 21 ദിവസവും കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി പോയിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി 21 ദിവസം എവിടെയായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ അവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ലായിരുന്നു. തലേ ദിവസം നടന്നിട്ടുള്ള ഇവിടെ പാർലമെൻറ്റിൽ കൃത്യമായിട്ട് പാർലമെൻറ്റ് സമ്മേളനം കൂടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി CJP നമ്മുടെ നിരാഹാരം കിടന്ന ചുങ്ങിനെ അറസ്റ്റ് ചെയ്തു മാറ്റി എന്നുള്ള വ്യാജ സംവിധാനത്തിൽ, അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ അറസ്റ്റോ കരുതൽ തടങ്കലോ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ വ്യാജേന നിരുത്പാദികം അവിടെ അക്രമം അഴിച്ചുവിടുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അടിക്കുന്നത് മാത്രമാണ്. ഒരു റിപ്പോർട്ടർ ചാനൽ ഏതാണ്ടാണ് എനിക്ക് നേരെ കല്ലെറിയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കേൾക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊല്ലണം, ആ പ്രധാനമന്ത്രിയെ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലുമെന്ന് CJPയുടെ ആൾക്കാർ പറയുകയാണ്. ഇവിടെ നേപ്പാളിൽ ഉണ്ടായ സംവിധാനം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. കുറേ ചെറുപ്പക്കാർ മാറി നിന്നുകൊണ്ട് പേൻഡൂരി കാണിക്കുകയാണ്, ആയുധങ്ങളുമായി വരുന്നത്. കോൺഗ്രസ്സുകാരും CPMകാരും പറയുന്ന അവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സമരം നടത്തുകയെന്ന്. പക്ഷേ അവരുടെ കയ്യിൽ എവിടെ നിന്ന് വടിവാൾ വന്നു? ഞാൻ പറയാം, പണ്ട് കർഷക സമരം നടന്നപ്പോൾ ആ കർഷക സമരത്തിനകത്ത് കയറിയ ഇടനിലക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ നടത്തിയ സമരം എന്നതുപോലെ ഇതിനകത്ത് നീറ്റ് എന്ന് പറയുന്നതും CBSE എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം നേരെ നീറ്റ് എന്ന് പറയാൻ പോലും അറിയാത്ത ആൾക്കാരാണ്. ഇൻ്റർവ്യൂ നടത്തുന്ന ദേശീയ ചാനലുകളുണ്ട്, ഓൺലൈൻ ചാനലുകളുണ്ട്. അവരോട് അവർ പറയുന്നത് എന്താണ്? അക്രമം എന്ന് പറഞ്ഞാൽ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയുടെ അഭിമാനമായി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ഹൈഡ്രജൻ ട്രെയിനെ കല്ലെറിഞ്ഞു വീഴ്ത്തുകയാണ്. കാശ്മീരിൽ പണ്ട് തീവ്രവാദികൾ, നക്സൽ അർബൻ തീവ്രവാദികൾ എങ്ങനെയാണോ പ്രതികരിച്ചത്, എങ്ങനെയാണോ രാജ്യത്തിനെതിരായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്, അതേ രീതിയിലുള്ള അക്രമമാണ് അവിടെ നടന്നത്. അല്ലേ? നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ലേ? കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അത് മനഃപൂർവ്വമായിട്ട് കണ്ണടച്ച് വെച്ചുകൊണ്ട് ഇല്ലാത്ത വളരെ എന്തെങ്കിലും ഒരാളെ ആക്രമിക്കുന്നു. ഞാൻ പറയാം, 60 പേരെ ആക്രമിച്ചു എന്ന കോക്രോച്ച് പാർട്ടി പറയുന്നത്. 118 പേരും പോലീസുകാരാണ്. അവർക്ക് സഹോദരിയും സഹോദരന്മാരില്ലേ? അതിൽ 5 പേർ IPS ഉദ്യോഗസ്ഥന്മാരാണ്. നിർദാക്ഷിണ്യമാണ് അടിക്കുന്നത്. നമ്മുടെ ദേശീയ ചാനൽ കാണിക്കാനാണ് പിടിച്ച് തള്ളിയിട്ട് നിർദാക്ഷിണ്യം വർദ്ധിക്കുന്ന കാഴ്ച കാണാം. ഇത് ആർക്ക് വേണ്ടി? മറ്റൊന്ന്, ജന്തർ മന്ദറിനെ മാത്രമല്ല, ആ സമരം നടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാ മതിൽക്കെട്ടുകളും ഇടിച്ച് കമ്പ് കൊണ്ടും ഇഷ്ടിക കൊണ്ടും അടിച്ച് തകർത്ത് അതിൽ നിന്നുമാണ് കല്ലെടുക്കുന്നത്. വാളുകൾ കൊണ്ടുവരുന്നു, കാറിൽ കമ്പുകൾ കൊണ്ടു കൊടുക്കുന്നു. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ? ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഒരു രേഖ പുറത്തു വരുന്ന ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി നിരുപാധികം കോക്രോച്ച് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു ഈ സമരത്തിന്. അതായത് CAA നടക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ കർഷക സമരത്തിനോടൊപ്പവും ഈ സമരവും എന്ന് പറയുന്നത് സ്പോൺസേഡ് സമരം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നു എന്ന് കാണിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ കരുത്തായിട്ടുള്ള യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇവർ 1 കോടി ആവശ്യപ്പെടുമ്പോൾ 36 കോടി യുവാക്കളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 24 കോടി ജനങ്ങളുടെ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൂടെ നിൽക്കുക. അതിനോടൊപ്പം ചേർന്നാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് അണ്ണാ ഹസേരെ സമരം നടത്തുന്നൊക്കെ ഇന്ന് വീമ്പിളക്കുന്നുണ്ട് നേതാക്കൾ. അണ്ണാ ഹസേരെ സമരത്തിൽ പന്തലിൽ പോയ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറയാൻ പറ്റും? ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഈ സമരം എങ്ങനെയാണ് നടത്തിയത്? രാജ്യത്തെ ഭരിക്കുന്ന പക്ഷി എന്ന നിലയ്ക്ക്
ആ കക്ഷി പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാരിനോട് പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? മല്ലികാർജുനൻ ഖാർഗെയുടെ വീട്ടിൽ വ്യക്തമായി നിശ്ചയിച്ച് ഉറപ്പിച്ചുകൊണ്ട് ഒരാൾക്കാരോട്, എംപിമാരോടൊന്നും എന്താണെന്ന് പോലും പറയാതെ ഒരു സൽക്കാരം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ വരികയും അവിടെ നിന്ന് നേരെ പ്രധാനമന്ത്രി താമസിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിലേക്ക് പോകുന്നു. അതീവ സുരക്ഷാ മേഖലയിൽ പോയാൽ അടി കൊള്ളുമെന്ന് അറിഞ്ഞൂടാത്ത രാഷ്ട്രീയക്കാരനാണ് രാഹുലെങ്കിൽ ആ അടി കൊള്ളും. അത് അതീവ സുരക്ഷാ മേഖല BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നാലും ഏതൊരു പൗരനാലും നമുക്ക് ആ അതീവ സുരക്ഷാ മേഖലയിൽ നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. ഒരു പെർമിറ്റ് പോലും ഇല്ലാതെയാണ് പോയിട്ടുള്ളത്, ഒരു ഉത്തരവ് പോലും ഇല്ലാതെയാണ് പോയിട്ടുള്ളത്, ഒരു അനുവാദം പോലും വാങ്ങിക്കാതെയാണ് പോയത്. എന്നിട്ടും ആ പോലീസ് സഹിച്ചു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി കോക്രോച്ച് എന്ന് പറയുന്ന സംഘടന നടത്തിയ സമരത്തിനോടൊപ്പം തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിലെ വലിയ ഈ സംവിധാനമാണ് 21 ദിവസം ഒന്നും വേണ്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ സംസാരിക്കുന്നു, ചർച്ചയ്ക്കാവാം. ഉടനെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? രാജിവെക്കണം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. JP നദ്ദ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് പോകുമ്പോൾ പോലും നിരവധിയായിട്ടുള്ള ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കരുതൽ നിരവധിയായിട്ടുള്ള കുപ്രചരണങ്ങൾ സമൂഹത്തിൽ പടർത്തുവാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി തീരുമാനിച്ചത്. പറഞ്ഞതും JP നദ്ദ തീരുമാനിച്ചു, ചർച്ച നടത്തി. അപ്പോഴും കോക്രോച്ച് ജനത എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇനി ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അപ്പൊ രണ്ടുപേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരേ സ്പോൺസർഷിപ്പിലുള്ള ലക്ഷ്യമാണെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലായി, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ സമീപനവും CPM അതായത് ഇന്ത്യ മുന്നണിയുടെ സമീപനവും ആ സമീപനോടൊപ്പം തന്നെ ഈ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി കുറച്ച് യുവാക്കളെ തെരുവിലിറക്കുന്ന പഴയ അർബൻ നക്സലിസവും ഇവിടെ നടപ്പാകുന്നു എന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് മനസ്സിലാകുന്ന ഒരു സമരം തന്നെയാണ് ഈ തലസ്ഥാനത്ത് നടക്കുന്നത്. വ്യക്തമാണ്. RS രാജ